ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ് ഹോണ്ട ഡിയോ വണ്ടി നമ്മൾ ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് കയറ്റിയിട്ടുണ്ട്. സ്റ്റാർട്ടിങ് കംപ്ലൈൻ്റ് ആയിട്ട് വന്നേരുന്നതാണ്. കിക്കറിൻ്റെ പിനിയൻ റാച്ചറ്റ് വീല് കംപ്ലൈൻ്റ് ആയിട്ട്, അതേപോലെ സെൽഫ് എടുക്കുന്നുണ്ടായില്ല, സെൽഫ് സ്വിച്ച് കംപ്ലൈൻറ്റ്, ബാറ്ററി ലോ ഒക്കെ ആയിട്ട്. അപ്പോൾ നിലവിൽ കൂട്ടത്തിക്കട നമുക്ക് ഇതിൻ്റെ എഞ്ചിൻ വർക്ക് കഴിഞ്ഞ് പോയിട്ട് ഫസ്റ്റിലത്തെ പെയ്ഡ് സർവീസ് 15-ാം തീയതി വരാം. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കട ചെയ്ത് പോകുന്നുണ്ട്. ഇനിയിപ്പോൾ 2-3 ദിവസം കൂടി ഉള്ളൂല്ലോ. അപ്പോൾ അതും കൂടി കൂട്ടത്തിക്കട നമ്മൾ ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് നമ്മളതിൻ്റെ എയർ ഫിൽറ്റർ, ക്ലച്ച് സൈഡൊക്കെ ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യണമൊക്കെ ഉണ്ട്. നമ്മൾ ബാക്ക് സൈഡിൽ നിന്ന് ചെക്ക് ചെയ്ത് വരുമ്പോൾ ബാക്കിലത്തെ ടയർ അത്യാവശ്യം കുറച്ചുകൂടി ഉപയോഗിക്കാനുണ്ട്, ബ്രേക്ക് അഡ്ജസ്റ്റ് ചെയ്യാനുണ്ട്. അതേപോലെ തന്നെ ഫ്രണ്ട് നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എയർ ഫിൽറ്ററൊക്കെ നമ്മളൊന്ന് അഴിച്ച് നോക്കുന്നുണ്ട്. കമ്പനി ഫിൽറ്റർ കിടക്കണേ, ഹോണ്ടയുടെ ഒറിജിനൽ ഫിൽറ്ററാണ് നമുക്ക് കിടക്കുന്നത്. പുതിയ ഫിൽറ്ററാണ്, വലിയ പഴക്കമായിട്ടില്ല. അപ്പോൾ കുറച്ച് പൊടിയൊക്കെ ഈ കാണണം, അതൊന്ന് തുടച്ച് ക്ലീനാക്കി റീസെറ്റ് ചെയ്യാം. ക്ലച്ച് ഫുള്ളായിട്ട് നമ്മൾ അഴിച്ച് ചെക്ക് ചെയ്യുന്നുണ്ട്. സർവീസിനകത്ത് ക്ലച്ച് ഗ്രീസിംഗ് ഒക്കെ ഉള്ളതാണ്, അതിന് വേണ്ടിയിട്ട് അഴിച്ചാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ ഈ വേരിയേറ്റർ ബോഡി, ബോസ് ഡ്രൈവർ, റോളർ കാര്യങ്ങൾ നമ്മൾ ചെക്ക് ചെയ്ത് വിടുന്നുണ്ട്. ഇതിനകത്ത് നമുക്ക് നമ്മൾ എഞ്ചിൻ വർക്ക് ചെയ്യുമ്പോഴും അതിൻ്റെ ഈ വീലിൻ്റെ ഒരു തേയ്മാനം അതിനകത്ത് കാണുന്നുണ്ട്, ചെറിയൊരു പ്ലേ ഉണ്ട് അതിനകത്ത്. അതുകൊണ്ട് പ്രത്യേകിച്ച് പെട്ടെന്നൊരു കംപ്ലയിൻറ്റ് വരാമല്ല, നമുക്ക് അതിൻ്റെ എഞ്ചിൻ ഇവിടെ വരുമ്പോഴത്തേക്കും ക്ലച്ചിലേക്ക് അത് പ്ലേ കൂടുന്നതിൻ്റെ അനുസരിച്ച് സൗണ്ടിൽ ചെറിയൊരു വേരിയേഷൻസ് വരും. കംപ്ലയിൻറ്റ്സ് കാണിച്ചിട്ട് മാറ്റിയാൽ മതി. ഞാൻ പറഞ്ഞതെന്ന് വെച്ചാൽ അങ്ങനെ ഒരു പ്രോബ്ലം നമുക്ക് അതിനകത്ത് ജനറേറ്റ് തുടങ്ങിയിട്ടുണ്ട് അതിനകത്ത് കേട്ടോ. ബെൻഡെക്സിൻ്റെ ഭാഗം വർക്കിംഗ് ഓക്കെയാണ്. ബെൽറ്റിൻ്റെ കണ്ടീഷൻ നമ്മൾ ചെക്ക് ചെയ്തുകൊണ്ട്, ബെൽറ്റ് നമുക്ക് കിടക്കുന്നത് ഓൾറെഡി ഡ്യൂപ്ലിക്കേറ്റ് ബെൽറ്റാണ്. അത് തന്നെ നമുക്ക് അതിൻ്റെ സെൻറ്റർ ഭാഗം നോക്കുമ്പോൾ ഇവിടെ പൊട്ടലും തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ വേണമെങ്കിൽ കൂട്ടത്തിക്കടെ ബെൽറ്റ് മാറ്റി വിടുകയാണെങ്കിൽ അതായിരിക്കും ബെറ്റർ. കാരണം വെച്ചാൽ നമുക്ക് ആ ബെൽറ്റിൻ്റെ എമൗണ്ട് മാത്രമേ ഉള്ളൂ. എന്തായാലും നമുക്ക് ജനറൽ സർവീസായിട്ട് വരുമ്പോൾ അതിനൊരു ലേബർ ചാർജ് വരും. അതിൻ്റെ കൂട്ടത്തിക്കടെ ഇതൊക്കെ കഴിഞ്ഞ് പോയിക്കോളും. അപ്പോൾ മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ മാറ്റിയിടാം. പിന്നെ അതല്ല നമുക്ക് നെക്സ്റ്റ് സർവീസ് പോലെ ചിലപ്പോൾ കിടന്നൊന്നും വരില്ല. ഈ കമ്പനി ആയിട്ട് അല്ലാണ്ട് വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ ഇത് ഏത് രീതിയിലായിരിക്കും എൻ്റെ കംപ്ലയിൻറ്റ് കാണിക്കണമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചിലപ്പോൾ പെട്ടെന്ന് അങ്ങോട്ട് പൊളിഞ്ഞു പോകും, ചിലപ്പോൾ കിടന്ന് ഓടിക്കോളും, ചിലപ്പോൾ പെട്ടെന്ന് പൊളിഞ്ഞു പോകാനും സാധ്യതയുണ്ട്. ഈ ഭാഗത്തേക്കൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വിള്ളലുണ്ട് കേട്ടോ. മാറ്റിയിടാണെങ്കിൽ ടെൻഷൻ ഫ്രീ ആയിട്ട് നമുക്ക് വണ്ടി ഉപയോഗിക്കാം. പിന്നെ നമ്മൾ ഈ സൈഡിലേക്ക് വരുമ്പോഴത്തേക്കും എൻ്റെ എഞ്ചിൻ ഹെഡിൻ്റെ ഭാഗം നോക്കി വേറെ പറയത്തക്ക ലീക്കേജ് ഒന്നുമില്ല. കാർബറേറ്ററിൻ്റെ ഭാഗത്ത് വേറെ പറയത്തക്ക കംപ്ലയിൻ്റ് ഒന്നുമില്ല. സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റ് നമുക്കൊന്ന് മാറ്റിയിട്ടേക്കാം. ഏകദേശം ഒരു 50 രൂപയ്ക്ക് നമുക്ക് കോസ്റ്റ് വന്നുള്ളൂ. എയർ ഫിൽറ്ററിൻ്റെ തന്നെ സെക്കൻഡറി ഫിൽറ്റർ യൂണിറ്റാണ് ആ ഭാഗത്ത് തന്നെ എഞ്ചിൻ റൂമിൻ്റെ ഉള്ളിൽ. അപ്പോൾ അതൊന്ന് ചേഞ്ച് ചെയ്തിട്ടേക്കാം കേട്ടോ. പിന്നെ ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേക്കും അതിൻ്റെ ബുഷുകളൊക്കെ നമ്മളൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്യുന്നുണ്ട്. അതൊക്കെ ഓൾറെഡി ഒക്കെ ജനറൽ സർവീസിലുള്ളതാണ്, ഗ്രീസിങ് ഒക്കെ. അപ്പോൾ അതിന് വേണ്ടി അഴിക്കുമ്പോൾ നമുക്ക് ആ ഷോക്കിൻ്റെ ബുഷ്, ഈ വരുന്ന ഷോക്കിൻ്റെ ബുഷൊക്കെ നല്ല രീതിയിൽ ഓവലായി പോയിട്ടുണ്ട്. അതൊന്ന് മാറ്റിയിട്ടാൽ നല്ലതാണ്. ഏകദേശം ഒരു 100-110 രൂപയാണ് നമുക്ക് അതിന് കോസ്റ്റ് വരാം. ലിങ്കിൻ്റെ ബുഷുകൾക്ക് കുഴപ്പമില്ല, അതൊന്ന് അഴിച്ച് ഗ്രീസ് ചെയ്തിട്ടാൽ മതി. പിന്നെ ഫ്രണ്ടിലത്തെ ടയറിൻ്റെ കണ്ടീഷൻ നോക്കി അത്യാവശ്യം ഉപയോഗിക്കാനുണ്ട്. വീൽ ബെയറിംഗ് ആയാലും വേറെ പ്രോബ്ലം നിലവിൽ കാണിക്കുന്നില്ല. ഡസ്റ്റ് സീലൊക്കെ കംപ്ലയിൻ്റ് ആയിട്ടുണ്ട്, വലിയ താമസിച്ചാണ്ട് കംപ്ലയിൻറ്റ് വന്നേക്കും. പക്ഷേ ഇപ്പോഴത്തെ സ്റ്റേജിൽ അങ്ങനെ ഒരു മേജർ കംപ്ലയിൻ്റ് ഒന്നും ഫ്രണ്ടിൽ നിന്ന് ആയിട്ടില്ല. പിന്നെയുള്ളത് ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ കേബിളുകൾ ഔട്ടറൊക്കെ വലിഞ്ഞ് നിൽക്കുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ ബ്രേക്കിൻ്റെ കേബിള് മാറ്റുന്നുണ്ടെങ്കിൽ കൂട്ടത്തിക്കടെ ലൈനർ കൂടി മാറ്റണം. ആ ലൈനറും അഡ്ജസ്റ്റിങ് മാക്സിമത്തിലായി നിൽക്കണം കേട്ടോ. മാറ്റുന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റുന്നുണ്ടെങ്കിൽ ആ കൂട്ടത്തിക്കടെ ലൈനർ മാറ്റാം. ഇപ്പോൾ മാറ്റേണ്ടെങ്കിൽ ഇപ്പോൾ മാറ്റിയിടാം. ഇനി അതല്ലെങ്കിൽ പിന്നെ മാറ്റണുള്ളൂ എന്നുണ്ടെങ്കിൽ കേബിൾ മാറ്റുമ്പോൾ ലൈനറും മാറ്റിയിടാനായിട്ട് ശ്രദ്ധിക്കണം. പിന്നെ ബാറ്ററി ഓൾറെഡി ബാറ്ററി ചാർജ് കുറവുണ്ടായിരുന്നു, അപ്പോൾ ഞാൻ അഴിച്ച് ചാർജിലേക്ക് ഇട്ടേക്കാണ്. അത് ഞാൻ ഫസ്റ്റ് ഒരു വീഡിയോ നമ്മൾ അയച്ചു തന്നിരുന്നു ആ കംപ്ലയിൻസിൻ്റെ. അപ്പോൾ അതിനകത്ത് ഉണ്ട് കേട്ടോ. അതിനകത്ത് പിന്നെ എഞ്ചിൻ ഓയിൽ ഇടയ്ക്ക് മാറ്റിയതാണെന്ന് പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് വേറെ മാറ്റേണ്ട ഒരു സിറ്റുവേഷൻ ഒന്നുമില്ല. അത് എഞ്ചിൻ ഓയിൽ നമ്മളെപ്പോഴും കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിൽ മാറ്റിയാൽ മതി. അതായത് ഒരു പ്രാവശ്യം ഓയിൽ മാറ്റിക്കഴിഞ്ഞാൽ 3000 കിലോമീറ്റർ വരെ നമുക്ക് ഓടിക്കാം. അതായത് ഇപ്പോൾ ഒരു 10,000-ലാണ് നമ്മൾ ഓയിൽ മാറ്റണമെന്ന് വെച്ചാൽ അടുത്ത 13,000-ലാണ് നെക്സ്റ്റ് ഓയിൽ ചേഞ്ച് ചെയ്യേണ്ടത്. പിന്നെ 16,000, അങ്ങനെ 3000 ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഓയിൽ ചേഞ്ച് ചെയ്ത് പോകേണ്ടത്. സർവീസായിട്ട് വരുമ്പോഴത്തേക്ക് ഓരോ 4 മാസം കൂടുമ്പോഴാണ് സർവീസ് വരാം. 120 ദിവസമാണ് ശരിക്കും സർവീസിൻ്റെ കാലാവധി പറഞ്ഞാൽ. ചെറിയ വ്യത്യാസങ്ങൾ അങ്ങോട്ട് ഇങ്ങോട്ടൊക്കെ വന്നാലും പരമാവധി അത് മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക. വാറണ്ടി പീരീഡിൽ ഇപ്പോൾ ഇതിൻ്റെ എഞ്ചിൻ വാറണ്ടിയൊക്കെ ഉള്ളതാണ്. വാറണ്ടി പീരീഡിൽ ഒരു കാരണവശാലും നമുക്ക് ആ സർവീസ് മിസ്സാവാൻ പാടില്ല. കാരണം എന്താ വെച്ചാൽ അത് നമുക്കൊരു വാറണ്ടി ക്ലെയിമിലൊക്കെ വന്നു കഴിയുമ്പോഴത്തേക്കും സ്വാഭാവികമായിട്ടും അത് റിജക്ഷനൊക്കെ വരാൻ സാധ്യതയുണ്ട്. പറയാൻ കാരണം വെച്ചാൽ കൃത്യമായിട്ട് നമ്മൾ നോക്കി കംപ്ലയിൻ്റ് ഒന്നും ഇല്ലാണ്ട് ഉപയോഗിക്കുന്ന വണ്ടി, കറക്റ്റായിട്ടുള്ള വേണ്ട വർക്കുകൾ, സർവീസ് വർക്കുകളൊക്കെ ചെയ്തു പോകുന്ന വണ്ടികൾ കംപ്ലയിൻറ്റ്സ് കുറവായിരിക്കും. ഇനി അങ്ങനെ ബൈ ചാൻസ് അങ്ങനെ ഒരു കംപ്ലയിൻറ്റ് അങ്ങനെ കൃത്യമായിട്ടും നമ്മൾ ഈ വാറണ്ടി പീരീഡിൽ ചെയ്തിട്ടും നിങ്ങൾക്ക് കംപ്ലയിൻറ്റ് വന്നു കഴിഞ്ഞാലാണ് നമുക്ക് ആ വാറണ്ടി കൊണ്ട് പ്രൊട്ടക്ഷൻ കിട്ടുക. അത് പ്രത്യേകം അറിഞ്ഞിരിക്കുക. അപ്പോൾ ഇതൊക്കെയാണ് മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ട വർക്കുകൾ കേട്ടോ. അപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കാം. എൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് സെൻഡ് ചെയ്തിട്ടേക്കാം കേട്ടോ. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളാം. അതനുസരിച്ച് നമുക്ക് വർക്ക് കംപ്ലീറ്റ് ചെയ്യാം. ഓക്കെ.